ടി.വി.കെ ഭാരവാഹികളുടെ യോഗം ഇന്ന് മഹാബലിപുരത്ത് നടക്കും. ഒരു മാസത്തിന് ശേഷമാണ് വിജയ് പാർട്ടി യോഗത്തിനെത്തുന്നത്. ജനനായകൻ CBI ചോദ്യം ചെയ്യൽ വിഷയങ്ങളിൽ വിജയ് പ്രതികരിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ആകാംക്ഷ. ഫൈസൽ ഹംസയുണ്ട്. ഫൈസൽ ഹംസ, നിർണായകമായ നേതാക്കളുടെ യോഗമാണ് നടക്കുന്നത്. ജനനായകന്റെ റിലീസ് ബന്ധപ്പെട്ട വിഷയം അത് കോടതിയിൽ കടക്കുന്നു. ഇതുവരെ റിലീസാക്കാൻ പറ്റിയിട്ടില്ല ചിത്രം. രണ്ടാമത്തത് CBI ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചിരുന്നു. വാദിയായിരുന്ന വിജയ് പ്രതിയാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. വൈകി എത്തിയത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന മട്ടിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ചയാകുമോ? പിന്നീട് ഒരു രാഷ്ട്രീയ ബാന്ധവം BJP ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം എന്തെങ്കിലും നീക്കങ്ങൾ വിജയുടെ ഭാഗത്തുനിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഡിസംബർ 18-നാണ് അവസാനമായി ടി.വി.കെ നേതാവായിട്ടുള്ള വിജയ് രാഷ്ട്രീയം പറഞ്ഞത്. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസമായി നിരവധി വിവാദങ്ങളാണ് ടി.വി.കെയുമായും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനനായകൻ സിനിമ തന്നെയാണ്. അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വമാണ്, കോടതി നടപടികളാണ്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഇതുവരെ പ്രതികരിക്കാൻ വിജയ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ടി.വി.കെ നേതൃത്വത്തെ തന്നെ ആശങ്കയിലാഴ്ത്തുന്നത്, ആശയക്കുഴപ്പത്തിലാക്കുന്നത്. മറ്റൊന്ന്, വിജയിയെ CBI 2 തവണയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഇതിനോടകം തന്നെ മൊഴിയെടുത്തത്. വിജയിയെ പ്രതി ചേർത്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ വിജയ് പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യത്തിലെല്ലാം ടി.വി.കെ നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. വിജയ് ഇതിൽ ഒരു വ്യക്തത വരുത്താത്തതിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമോ എന്ന് തന്നെയാണ് നേതാക്കളും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എങ്കിൽ വലിയ ഒരു ആശയക്കുഴപ്പം നേതാക്കൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പ് ജനനായകനിലൂടെ കൃത്യമായ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു വിജയയുടെ തന്ത്രം. പക്ഷേ ആ തന്ത്രം ഇപ്പോൾ ഹൈക്കോടതിയിലാണ്, മദ്രാസ് ഹൈക്കോടതിയിലാണ്. ചൊവ്വാഴ്ചയാണ് അതിൽ വിധി പറയുന്നത്. പക്ഷേ അത് ചൊവ്വാഴ്ച കൊണ്ട് തീരുമെന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല. സ്വാഭാവികമായും അത് സുപ്രീം കോടതിയിലേക്ക് നീളും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി കൂടി ടി.വി.കെ സംബന്ധിച്ച് ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അത് TTV ദിനകരനാണ്. അത് ടി.വി.കൊപ്പം ചേരുമെന്നായിരുന്നു NDAയുമായി തെറ്റിയ ദിനകരൻ നേരത്തെ സൂചന നൽകിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. അമിത്ഷായുടെ കൃത്യമായ ഇടപെടലിലൂടെ അദ്ദേഹം NDA പക്ഷത്ത് തന്നെ ചേരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം അവ്യക്തത നിലനിൽക്കുന്നുണ്ട് പാർട്ടി അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും. ആ കാര്യത്തിൽ എന്താകും ഭാവി രാഷ്ട്രീയ നിലപാട്? എങ്ങനെയാണ് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ടി.വി.കെയും വിജയയും ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിസിൽ എന്ന ചിഹ്നം, അതാണ് ടി.വി.കെക്ക് അനുവദിച്ചിട്ടുള്ളത്. ആ ചിഹ്നം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യ പാർട്ടി യോഗം എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ എങ്ങനെയാകും വിജയ് വിസിലടിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. NDA പാളയത്തിലേക്ക് പോകുന്നതിന്റെ സൂചന നൽകുമോ അതോ ഒറ്റയ്ക്ക് തന്നെ നിന്നുകൊണ്ട് പോരാടുമോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു വ്യക്തത ഇന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. വിജയലിന്റെ വിസിലടിക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് കേട്ടോ തമിഴകം.